അങ്ങനെ ആ രണ്ട് മണ്ടന്മാര് വെൽ ഡ്രസ്ഡ് ആയിട്ട് ലാബിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് പോലും അവന്മാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കണ്ണാടിയിൽ നിന്ന് ഷോക്ക് വരുമെന്നൊക്കെ പേടിച്ച് ഒരുത്തം മാറി നിന്നപ്പോ സീനിയർ സയന്റിസ്റ്റ് പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യ് എന്ന ആക്ഷൻ കാണിച്ചു. പക്ഷെ അവന്മാർ വിചാരിച്ചത് സയന്റിസ്റ്റ് പറഞ്ഞതുപോലെ തംസപ്പ് കാണിച്ചാലേ കഥകു തുറക്കൂ എന്നായിരുന്നു. മണ്ടന്മാരെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവന് എത്രയും പ്രതീക്ഷിച്ച് കാണില്ല. എങ്ങനെയൊക്കെയോ അവന്മാർ അകത്ത് കയറ്റി എന്താണ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് EB മണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവനെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ട് വരേണ്ടത് എന്ന് പറഞ്ഞു. അവൻ പാസ്റ്റിലേക്ക് പോയത് കൊണ്ട് ഇവനെ പോലെ തന്നെ ഒരാളും കൂടി അവിടെ ഉണ്ട്. അപ്പൊ അവന്റെ ഫോട്ടോ എവിടെന്നാണ് ആ മണ്ടൻ തിരിച്ചു ചോദിച്ചത്. എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി ആദ്യം കാണിച്ച ഫോട്ടോയുടെ കോപ്പി തന്നെ രണ്ടാമതും കാണിച്ചു. വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം കാണിച്ച ഫോട്ടോയിലെ പയ്യൻ വെറും ആവറേജ് ആണ്, പക്ഷെ രണ്ടാമത്തെ ഫോട്ടോയിലേത് കുറച്ച് ഗ്ലാമർ പയ്യനാണ് എന്നായിരുന്നു റിപ്ലൈ. അങ്ങനെ ആ ഫോട്ടോ രണ്ടും കൊടുത്ത് അവന്മാരെ പാസ്റ്റിലേക്ക് പറഞ്ഞു വിട്ടു. എന്ത് കണ്ടിട്ടാ ഈ ഡോക്ടർ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലൊരു മണ്ടൻ ജനിച്ച് വീണത് കുട്ടികളെ കിടത്തുന്ന തൊട്ടില്ലായിരുന്നു. ഫസ്റ്റ് നൈറ്റ് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ച് ഈ കപ്പിൾസ് റൊമാൻസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അടുത്ത മണ്ടൻ അവിടെ നടുക്ക് കട്ടിൽ ജനിച്ച് വീണു, അതും ഒരു തുണിയില്ലാതെ.